ഇദ്ദേഹം കേരളത്തിലെ ഒരു സാംസ്കാരിക നേതൃത്വമാണെന്നുള്ളത് മലയാളിയുടെ ഒരു ദുരന്തമാണെന്ന് നമ്മൾ തുറന്നു പറയേണ്ടി വരും. അദ്ദേഹം ജാതി ജീവിതം ജീവിച്ച് ജീർണമായ ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ മനസ്സ് നല്ലതാണ്, ഉദ്ദേശം നല്ലതാണ്, പക്ഷെ അവർക്ക് പരിശീലനം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീ അടൂർ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ന്യായീകരിക്കുന്ന ഒരു പക്ഷത്തെയും ഇന്ന് അധികം കാണാൻ കഴിഞ്ഞു. ആ ഉദ്ദേശശുദ്ധിയെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അത് ആ ഉദ്ദേശശുദ്ധി സംശയാസ്പദമാണെന്ന് പറയേണ്ടി വരും. അതിന്റെ ഒരു കാരണം, ഈ കേരളത്തിലെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർക്കും സ്ത്രീകൾക്കിടയിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകർക്കും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിംഗ് സിസ്റ്റം പ്രഖ്യാപിക്കുന്ന ഒരു പോളിസിയായി എടുക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങളെ കണ്ടുകൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായത് മലയാള സിനിമയ്ക്കകത്ത് സ്വതന്ത്രമായി ഇടപെടുന്ന ഒരു സംവിധായകരെന്ന നിലക്ക് അല്ലെ സിനിമാ പ്രവർത്തകരെന്ന നിലക്ക് ഈ വിഭാഗങ്ങളിൽ നിന്നും ഉള്ള ആൾക്കാർ താരതമ്യേന കുറവോ ഇല്ലാത്തതോ ആണെന്നുള്ള വളരെ വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പ്രത്യേകമായി പ്രോത്സാഹനം ചെയ്യേണ്ടതുണ്ട് എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോളിസി പ്രഖ്യാപിക്കുന്നത്. മാത്രമല്ല, ഈ പണം കൊടുക്കുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എത്ര ഉദ്ദേശശുദ്ധിയോട് പറഞ്ഞാലും ഈ പണം ആരെങ്കിലും അപേക്ഷ കൊടുത്താൽ അവർക്ക് കൊടുക്കുന്നതല്ല. ഇതിനൊരു പ്രോസസ് ഉണ്ട്, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് അവരവരുടെ തിരക്കഥ സമർപ്പിക്കുന്നു, അത് പരിശോധിക്കുന്നു, അതിനുശേഷം അവരെ വിളിക്കുന്നു, അവരുമായി വിദഗ്ധ സമിതി 2 വട്ടം അവരെ ഇന്റർവ്യൂ നടത്തുന്നു, അവരതിന് പ്രാപ്തമാണോ എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം മാത്രമാണ് ഈ പണം കൊടുക്കുന്നത്. ഈ പണം സൗജന്യം എന്ന ബുദ്ധി എന്തിനാണ് ശ്രീ സണിയം കബിക്കാട്? ഒരു സൗജന്യവും ഇല്ല അതിനകത്ത്. ഞാൻ പറഞ്ഞ ഒരു സൗജന്യവുമില്ല. ഇത് ഇവർക്ക് പൈസ എടുത്ത് കൊടുക്കുന്നുമില്ല. യഥാർത്ഥത്തിൽ 1.5 കോടി എന്ന് പറഞ്ഞ 1 കോടി 10 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് ഈ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ എക്സിക്യൂട്ടീവുകൾ നേരിട്ടാണ് മുടക്കുന്നത്. അല്ലാതെ അവിടെ വരുന്ന ദളിതർക്കോ സ്ത്രീകൾക്കോ വെറുതെ 1 കോടി രൂപ എടുത്ത് കൊടുക്കുകയോ അല്ല ചെയ്യുന്നത്. ഇത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഈ കാര്യം പറയുന്നു എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം. അതുകൊണ്ട് സംശയാസ്പദമാണ്. രണ്ടാമതൊരു കാര്യം, ഇവർക്ക് പ്രത്യേകമായ ട്രെയിനിങ് കൊടുക്കണം എന്ന് ഇദ്ദേഹം വാശി പിടിക്കുന്നത് എന്താണെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഇവർ സിനിമ പഠിച്ചവരോ സിനിമ ചെയ്യാൻ പ്രാപ്തിയുള്ളവരോ ആണ് എന്ന കാര്യം എന്തുകൊണ്ടാണ് അടൂർ ഗോപാലകൃഷ്ണൻ പോലൊരാൾ അംഗീകരിക്കാതെ പോകുന്നത്? ഇദ്ദേഹം അംഗീകരിക്കണ്ടേ? നമ്മളൊരു കാര്യം അറിയണം, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എല്ലാ വർഷവും 7 or 8 സിനിമ ചെയ്യാനായിട്ട് സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. ആ സാമ്പത്തിക സഹായം മേടിച്ച ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അതിന്റെ കമ്മിറ്റികൾ ഉണ്ടായിരുന്ന ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അന്നൊന്നും ഈ പരിശീലനത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അപ്പോ മാത്രവുമല്ല, ഈ പരിശീലനത്തിലുള്ളൊരു കാര്യം, പട്ടികജാതി പട്ടികവർക്കാർക്കും സ്ത്രീകൾക്കും പരിശീലനം വേണം. പിന്നെ ആർക്കാ പരിശീലനം വേണ്ടാത്തത്? സവർണ പുരുഷൻ എന്ന ഉത്തരം. ഇത് വളരെ വ്യക്തമായും സിനിമ ആഢ്യന്മാരുടെ ഒരു കലയാണെന്നും അത് പവിത്രമായൊരു മേഖലയാണെന്നുള്ള ഒരു മുൻ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ് തികച്ചും ആക്ഷേപകരമായ കാര്യങ്ങൾ ഇന്നും ഇന്നലെയുമായി ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം കേരളത്തിലെ ഒരു സാംസ്കാരിക നേതൃത്വമാണെന്നുള്ളത് മലയാളിയുടെ ഒരു ദുരന്തമാണെന്ന് നമ്മൾ തുറന്നു പറയേണ്ടി വരും. അതിന്റെ കാരണം, അദ്ദേഹം ജാതി ജീവിതം ജീവിച്ച് ജീർണമായ ഒരു മനസ്സാണ് അദ്ദേഹത്തിനുള്ളതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.